guys, it's me Ashwati and welcome back to our channel Mentor Tales. സോ ഇന്ന് നമ്മൾ ടീച്ചിങ് ഓഫ് ഇംഗ്ലീഷ് ഫോർ തേർഡ് സെം എം എ ഇംഗ്ലീഷിൽ അടുത്തൊരു ടോപ്പിക്കാണ് നോക്കുന്നത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒന്ന് നോളജ് വേഴ്സസ് സ്കില്ലും ഒന്ന് ഡിഫറൻസ് ഇൻ ലേണിംഗ് എ ഫസ്റ്റ് ലാംഗ്വേജ് ആൻഡ് ലേണിംഗ് എ സെക്കൻഡ് ലാംഗ്വേജുമാണ്. ഓക്കെ, ഈ രണ്ട് ടോപ്പിക്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ബിഫോർ ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് ആരെങ്കിലും നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ചാനൽ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഓക്കെ, അപ്പോൾ ഇതൊരു വെരി സിമ്പിൾ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഈ നോളജ് വേഴ്സസ് സ്കിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഇതിനെ ലേണിംഗ് വേഴ്സസ് അക്വിസിഷൻ എന്നും ചോദിക്കും. നോളജ് എന്ന് പറയുമ്പോൾ ലേണിങ്ങിന് കറസ്പോണ്ടിങ്ങും സ്കിൽ എന്ന് പറയുന്നത് അക്വിസിഷന് കറസ്പോണ്ടിങ്ങുമാണ്. അപ്പോൾ നോളജ് വേഴ്സസ് സ്കിൽ അല്ലെങ്കിൽ ലേണിംഗ് വേഴ്സസ് അക്വിസിഷൻ എന്ന് പറഞ്ഞാൽ ഇതിൽ നമുക്ക് മെയിനായിട്ട് വരുന്ന പോയിൻറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നോളജ് അല്ലെങ്കിൽ ലേണിംഗ് എന്ന് പറഞ്ഞാൽ എക്സ്പ്ലിസിറ്റ് ആണ്. ഓക്കെ, പക്ഷേ അക്വിസിഷൻ അല്ലെങ്കിൽ സ്കിൽ എന്ന് പറഞ്ഞാൽ ഇംപ്ലിസിറ്റ് ആണ്. നോളജ് എന്ന് പറയുന്നത് ഒരു കോൺഷ്യസ് ആയിട്ടുള്ളൊരു കാര്യമാണ്, പക്ഷേ സ്കിൽ എന്ന് പറയുന്നത് സബ് കോൺഷ്യസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നോളജ് എന്ന് പറയുമ്പോൾ ഫോർമൽ സിറ്റുവേഷൻസിലാണ് യൂസ് ചെയ്യാറുള്ളത്, പക്ഷേ സ്കിൽ എന്ന് പറയുന്നത് ഇൻഫോർമൽ സിറ്റുവേഷൻസിലാണ് നടക്കാറുള്ളത്. ഇനി ലേണിംഗ് അല്ലെങ്കിൽ നോളജ് എന്ന് പറയുമ്പോൾ ഗ്രാമാറ്റിക്കൽ റൂൾസാണ് അവിടെ യൂസ് ചെയ്യുന്നത്. പക്ഷേ സ്കില്ലിൻ്റെ കേസിൽ അല്ലെങ്കിൽ ഈ ഒരു അക്വിസിഷൻ്റെ കേസിൽ ഗ്രാമാറ്റിക്കൽ ഫീലാണ് അവിടെ യൂസ് ചെയ്യുന്നത്. അതായത് ഒരു സംഭവം ഗ്രാമാറ്റിക്കലി നമുക്കത് കറക്റ്റാണെന്ന് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് സ്കില്ലാണ്. പക്ഷേ ഗ്രാമാറ്റിക്കലി കറക്റ്റാണെന്ന് റൂൾസൊക്കെ വെച്ച് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അത് നോളജാണ്. സോ നോളജ് അല്ലെങ്കിൽ ലേണിംഗ് എന്ന് പറയുമ്പോൾ ഗ്രാമാറ്റിക്കൽ റൂൾസാണ് യൂസ് ചെയ്യുന്നത്, പക്ഷേ സ്കിൽ അല്ലെങ്കിൽ അക്വിസിഷനിൽ ഗ്രാമാറ്റിക്കൽ ഫീലാണ് യൂസ് ചെയ്യുന്നത്. ഇനി നോളജ് എന്ന് പറയുമ്പോൾ ആപ്റ്റിറ്റ്യൂഡ് ബേസ്ഡ് ആണ്, ആപ്റ്റിറ്റ്യൂഡ്. പക്ഷേ സ്കിൽ എന്ന് പറയുന്നത് ആറ്റിറ്റ്യൂഡ് ബേസ്ഡ് ആണ്. ഓക്കെ, ഇനി നോളജ് എപ്പോഴും ഒരു സിമ്പിൾ ടു കോംപ്ലെക്സ് ഓർഡറിലാണ് അത് നടക്കുന്നത്, പക്ഷേ സ്കിൽ എന്ന് പറയുന്നത് ഒരു സ്റ്റേബിൾ ഓർഡറിലാണ് നടക്കുന്നത്. നോളജ് എന്ന് പറയുന്നത് ഒരു തിയററ്റിക്കൽ ആയിട്ടുള്ളൊരു ആസ്പെക്റ്റാണ്. അതിൻ്റെ പ്രാക്ടിക്കൽ ആസ്പെക്റ്റാണ് ഈ പറയുന്ന സ്കിൽ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു നോളജ് എന്ന് പറയുന്നത് നമുക്ക് എഡ്യൂക്കേഷനിലൂടെയാണ് നമ്മൾ ഗെയിൻ ചെയ്യുക, പക്ഷേ സ്കിൽ എന്ന് പറയുന്നത് പ്രാക്ടീസിലൂടെയാണ് ഗെയിൻ ചെയ്യുക. അപ്പോൾ ഇത് സിമ്പിളായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഒരു എക്സാമ്പിൾ നോക്കിയാൽ മതി. ഇപ്പോൾ ഒരു കേക്ക് ഉണ്ടാക്കാനുള്ള റെസിപ്പി നമുക്കറിയാം. അപ്പോൾ ആ റെസിപ്പി അറിയുന്നത് നോളജാണ്. ഓക്കെ, അതിന് പകരം നമുക്കൊരു കേക്ക് ബേക്ക് ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിൽ അതെന്താണ്, സ്കില്ലാണ്. ഓക്കെ, സോ നോയിങ് ദ റെസിപ്പി ഫോർ എ കേക്ക് എന്ന് പറയുന്നത് നോളജ് അല്ലെങ്കിൽ ലേണിംഗ് ആണ്. പക്ഷേ ബേക്കിംഗ് ആ കേക്ക് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഒരു സ്കിൽ അല്ലെങ്കിൽ ഒരു അക്വിസിഷനാണ്. ഓക്കെ, അപ്പോൾ അത് ഓർത്താൽ നമുക്കിത് സിമ്പിളായിട്ട് മനസ്സിലാവും. ഇനി നോളജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻഫോർമേഷൻ ആൻഡ് ഫാക്ട്സിലൂടെയാണ് നമ്മളത് ഇൻക്രീസ് ചെയ്യുക. പക്ഷേ സ്കിൽ അല്ലെങ്കിൽ അക്വിസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രാക്ടീസ് ആൻഡ് ഹാർഡ് വർക്കിലൂടെയാണ് നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നോളജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പേഴ്സണിന് വേറൊരു പേഴ്സണിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഷെയർ ചെയ്യാൻ പറ്റും. പക്ഷേ സ്കിൽ എന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും അങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം അത് അക്വയർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. സോ സ്കിൽ cannot be transmitted from one person to another, whereas knowledge can be transmitted from one person to other. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ നോളജ് വേഴ്സസ് സ്കിൽ അല്ലെങ്കിൽ ലേണിംഗ് വേഴ്സസ് അക്വിസിഷനിൽ വരുന്നത്. ഇനി ഇതായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ടോപ്പിക്കാണ് നമ്മുടെ ഫസ്റ്റ് ലാംഗ്വേജ് ലേണിങ്ങും സെക്കൻഡ് ലാംഗ്വേജ് ലേണിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്. നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ലേണിംഗ് എ ഫസ്റ്റ് ലാംഗ്വേജ് ആൻഡ് ലേണിംഗ് എ സെക്കൻഡ് ലാംഗ്വേജ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ നമ്മൾ പഠിച്ച ഈ ഒരു നോളജ് വേഴ്സസ് സ്കില്ല്, അതിൽ നോളജ് അല്ലെങ്കിൽ ലേണിങ്ങിൻ്റെ താഴെ വരുന്ന എല്ലാ പോയിൻറ്റ്സും നമുക്ക് ലേണിംഗ് എ സെക്കൻഡ് ലാംഗ്വേജിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അതേമാതിരി ലേണിംഗ് എ ഫസ്റ്റ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ സ്കിൽ അല്ലെങ്കിൽ അക്വിസിഷനിൽ നമ്മൾ പഠിച്ച പോയിൻറ്റ്സൊക്കെ ഈ ഫസ്റ്റ് ലാംഗ്വേജ് ലേണിങ്ങിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഫസ്റ്റ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ മദർ ടങ് അല്ലെങ്കിൽ നമ്മുടെ നേറ്റീവ് ലാംഗ്വേജ് ആണ് ഫസ്റ്റ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. സെക്കൻഡ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ലേറ്റർ സ്റ്റേജസിൽ നമ്മൾ സംസാരിക്കാൻ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു ലാംഗ്വേജാണ് സെക്കൻഡ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ. മോസ്റ്റ്ലി നമ്മുടെ കേസിൽ എന്താണ്, ഫസ്റ്റ് ലാംഗ്വേജ് മലയാളവും സെക്കൻഡ് ലാംഗ്വേജ് ഇംഗ്ലീഷുമാണ്. സോ ഫസ്റ്റ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല, അത് നമ്മുടെ പേഴ്സണൽ ചോയ്സിനല്ല ഫസ്റ്റ് ലാംഗ്വേജ്. ബൈ അവർ ഹെറിഡിറ്റി അല്ലെങ്കിൽ ബൈ ഇൻഹെറിറ്റൻസ് ഓർ ലെഗസി നമുക്ക് കിട്ടുന്നതാണ് ഫസ്റ്റ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ ബൈ ബർത്ത് തന്നെ ട്രിഗർ ചെയ്യപ്പെടുന്ന ഒരു ഇൻസ്റ്റിങ്ക്റ്റ് പോലെയാണ് ഫസ്റ്റ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ. പക്ഷേ സെക്കൻഡ് ലാംഗ്വേജ് എന്താണ്, നമുക്ക് ഡിസൈഡ് ചെയ്യാം ഏതാണ് നമ്മുടെ സെക്കൻഡ് ലാംഗ്വേജ് വേണ്ടതെന്നുള്ളത് നമുക്ക് ഡിസൈഡ് ചെയ്യാം. സോ അതെന്ന് പറഞ്ഞാൽ നമ്മൾ ലേൺ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, പക്ഷേ ഫസ്റ്റ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ അക്വയർ ചെയ്യുന്നൊരു സംഭവമാണ്. അതായത് നമ്മൾ പോലും അറിയാതെ നമ്മുടെ ചോയ്സിനല്ലാതെ ബൈ ബർത്ത് നമ്മൾ അക്വയർ ചെയ്യുന്നൊരു സംഭവമാണ് നമ്മുടെ ഫസ്റ്റ് ലാംഗ്വേജ്. പക്ഷേ സെക്കൻഡ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ലേറ്റർ നമ്മുടെ ചോയ്സിനനുസരിച്ച് നമ്മൾ പഠിക്കുന്ന ഒരു ലാംഗ്വേജാണ് സെക്കൻഡ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ. സോ ഫസ്റ്റ് ലാംഗ്വേജ് ഇസ് അക്വയേർഡ്, whereas second language is learned.
സോ ഫസ്റ്റ് ലാംഗ്വേജ് ഒരു സ്കില്ലാണ്, വേറെ സെക്കൻഡ് ലാംഗ്വേജ് ഒരു നോളജാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നോളജ് അല്ലെങ്കിൽ ലേണിങ്ങിൽ വരുന്ന പോയിൻറ്റ്സാണ് സെക്കൻഡ് ലാംഗ്വേജിന് അപ്ലിക്കബിൾ. നമ്മുടെ ഫസ്റ്റ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ സ്കില്ലോ അക്വിസിഷനിൽ വരുന്നതാണ് ഫസ്റ്റ് ലാംഗ്വേജിന് അപ്ലിക്കബിൾ. സോ അക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? അക്വയർ ചെയ്യുക, ഫസ്റ്റ് ലാംഗ്വേജ് അക്വയർ ചെയ്യാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ അതിൻ്റെ ഒരു പൊസഷനിലേക്ക് വരികയാണ്, അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഒരു ഓണർഷിപ്പിലേക്ക് വരികയാണ് ചെയ്യുന്നത്. പക്ഷേ ലേൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ടു ഗെയിൻ നോളജ് എന്നാണ്. സോ സെക്കൻഡ് ലാംഗ്വേജിൻ്റെ കേസിൽ നമ്മൾ ലേൺ ചെയ്യാണ് ചെയ്യണത്. ഓക്കെ, സോ സെക്കൻഡ് ലാംഗ്വേജ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലാംഗ്വേജ് ലേണിംഗ് ഡിഫറെൻ്റ് ആണ്. സെക്കൻഡ് ലാംഗ്വേജ് ലേണിങ്ങും ഫസ്റ്റ് ലാംഗ്വേജ് അക്വിസിഷനുമാണ്. സോ ഫസ്റ്റ് ലാംഗ്വേജ് അക്വിസിഷൻ അല്ലെങ്കിൽ FLA അങ്ങനെയാണ് നമ്മളതിനെ ഷോർട്ടായിട്ട് പറയുക. ഫസ്റ്റ് ലാംഗ്വേജ് അക്വിസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മദർ ടങ് അല്ലെങ്കിൽ നേറ്റീവ് ലാംഗ്വേജിൻ്റെ അക്വിസിഷനാണ് ഫസ്റ്റ് ലാംഗ്വേജ് അക്വിസിഷൻ എന്ന് പറഞ്ഞാൽ. സോ ഒരു കുട്ടിക്ക് ഒരു ഏർലി സ്റ്റേജിൽ തന്നെ നമ്മുടെ മദർ ടങ്ങിലേക്ക് ഫുൾ എക്സ്പോഷർ കിട്ടുന്നുണ്ട്. ഓക്കെ, അത് നമ്മുടെ പാരൻസിൻ്റെ നിന്നാകാം, നമ്മുടെ റിലേറ്റീവ്സിൻ്റെ നിന്നാകാം, നെയ്ബേഴ്സിൻ്റെ കയ്യിൽ നിന്നാകാം. അപ്പോൾ നല്ലൊരു എക്സ്പോഷർ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടിക്ക് ഫസ്റ്റ് ലാംഗ്വേജിൻ്റെ അടുത്ത് കിട്ടുന്നുണ്ട്. സോ ഒരു സബ് കോൺഷ്യസ് പ്രോസസ്സാണ് ഈ ഒരു ഫസ്റ്റ് ലാംഗ്വേജ് അക്വയർ ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു കുട്ടി ക്രോൾ ചെയ്യാൻ പഠിക്കുന്ന മാതിരി അല്ലെങ്കിൽ നടക്കാൻ പഠിക്കുന്നത് മാതിരി അതേമാതിരി തന്നെ ആ കുട്ടി സബ് കോൺഷ്യസ് ആയിട്ട് പഠിക്കുന്ന ഒരു കാര്യമാണ് ഫസ്റ്റ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവിടെ ഭയങ്കരമായിട്ടുള്ള എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഒന്നും ആവശ്യമില്ല. സബ് കോൺഷ്യസ് ആയിട്ട് ആ കുട്ടി അറിയാതെ തന്നെ പഠിച്ച് അല്ലെങ്കിൽ അക്വയർ ചെയ്യുന്നൊരു കാര്യമാണ് ഫസ്റ്റ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ. സോ അക്വിസിഷൻ ഓഫ് ഫസ്റ്റ് ലാംഗ്വേജ് ഇസ് നാച്ചുറൽ, സ്പോണ്ടേനിയസ് ആൻഡ് എഫേർട്ട്ലെസ്. ഇനി ഈ ഒരു ഫസ്റ്റ് ലാംഗ്വേജ് അക്വിസിഷനിൽ ഒരുപാട് തിയറീസ് വരുന്നുണ്ട്. ലൈക്ക് ബിഹേവിയറിസ്റ്റ് തിയറി ഉണ്ട്, അതുമാതിരി നേറ്റിവിസ്റ്റ് അല്ലെങ്കിൽ ഇന്നേറ്റ്നെസ് തിയറി ഉണ്ട്, അതുമാതിരി കോഗ്നിറ്റീവ് തിയറി ഉണ്ട്. അങ്ങനെ ഒരുപാട് തിയറീസ് ഈ ഒരു ഫസ്റ്റ് ലാംഗ്വേജ് അക്വിസിഷനിൽ ബേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഫസ്റ്റ് ലാംഗ്വേജ്. ഇനി സെക്കൻഡ് ലാംഗ്വേജ് അക്വിസിഷൻ അല്ലെങ്കിൽ സെക്കൻഡ് ലാംഗ്വേജ് ലേണിംഗ് എന്നാണ് നമ്മൾ കുറച്ചുകൂടി നന്നായിട്ട് പറയാൻ പറ്റുക. SLA, സെക്കൻഡ് ലാംഗ്വേജ് അക്വിസിഷൻ. സോ സെക്കൻഡ് ലാംഗ്വേജ് അക്വിസിഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലാംഗ്വേജ് നമ്മൾ അക്വയർ ചെയ്തതിന് ശേഷം ഒരു സെക്കൻഡ് ലാംഗ്വേജ് നമ്മൾ ലേൺ ചെയ്യുന്നതാണ് സെക്കൻഡ് ലാംഗ്വേജ് അക്വിസിഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രോസസ്സ് ഓഫ് ലേണിംഗ് ആണ്. സോ ലേണിംഗ് ആയതുകൊണ്ട് തന്നെ ഇവിടെ കോൺഷ്യസ് ആയിട്ടുള്ളൊരു എഫേർട്ട്, അതുമാതിരി തന്നെ എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും ആവശ്യമുണ്ട്. ഓക്കെ, ഇതൊക്കെ നമ്മൾ നേരത്തെ നോളജ് വേഴ്സസ് സ്കില്ലിൽ പറഞ്ഞ അതേ പോയിൻറ്റ്സ് തന്നെയാണ്. സോ സെക്കൻഡ് ലാംഗ്വേജ് ലേണിങ്ങിൽ കോൺഷ്യസ് എഫേർട്ട് വേണം, എക്സ്പ്ലിസിറ്റ് ഇൻസ്ട്രക്ഷനും വേണം. ഓക്കെ, സോ ഒരു സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഒരു സ്റ്റുഡൻറ്റിനെ നമ്മൾ പോസിറ്റീവ്ലി മോട്ടിവേറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ അവർക്ക് അതിലൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ അത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് അവർക്ക് തോന്നും. നമ്മുടെ ഫസ്റ്റ് ലാംഗ്വേജ് പഠിക്കുമ്പോൾ നമുക്ക് ഡിഫിക്കൽട്ടീസ് തോന്നിയിട്ടില്ല, കാരണം അത് നാച്ചുറലി നമ്മൾ അക്വയർ ചെയ്യണതാണ്. പക്ഷേ സെക്കൻഡ് ലാംഗ്വേജ് നമ്മൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു പോസിറ്റീവ് മോട്ടിവേഷൻ നമുക്ക് വേണം. അപ്പോൾ ഈ ഒരു സെക്കൻഡ് ലാംഗ്വേജ് അക്വിസിഷനിൽ വരുന്ന ഒരു മേജർ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെറുതാകുമ്പോൾ തൊട്ടിട്ട് അതിലേക്കുള്ള ഒരു എക്സ്പോഷർ കിട്ടുന്നില്ല. ഓക്കെ, വി ആർ നോട്ട് ഗെറ്റിംഗ് എനി എക്സ്പോഷർ ടു ദ സെക്കൻഡ് ലാംഗ്വേജ്. നമ്മൾ വലുതായിട്ട് ക്ലാസ്സിലൊക്കെ എത്തുന്ന ടൈമിലാണ് നമുക്ക് സെക്കൻഡ് ലാംഗ്വേജിക്ക് ഒരു എക്സ്പോഷർ കിട്ടുന്നത്. ഇനി സെക്കൻഡ് ലാംഗ്വേജ് അക്വിസിഷന് മെയിനായിട്ട് 5 സ്റ്റേജസ് ആണ് വരുന്നത്. ഒന്ന് പ്രീ പ്രൊഡക്ഷനാണ്. പ്രീ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ സൈലൻറ്റ് ഫേസ് ആണ്. അപ്പോൾ ഈ ഒരു ഫേസിൽ ലേണേഴ്സ് പുതിയ ലാംഗ്വേജത്തെ വേർഡ്സ് ഒക്കെ പഠിക്കും, ടേംസ് ഒക്കെ പഠിക്കും, എന്നിട്ടത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങും. അതാണ് പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജ്. അടുത്ത സ്റ്റേജ് ഏർലി പ്രൊഡക്ഷൻ സ്റ്റേജാണ്. അപ്പോൾ ഏർലി പ്രൊഡക്ഷൻ സ്റ്റേജിൽ സ്പീക്കർ എന്ത് ചെയ്യുന്നു വെച്ചാൽ ലേണർ എന്ത് ചെയ്യുന്നു വെച്ചാൽ ചെറിയ ചെറിയ ഫ്രേസസ് ഒക്കെ പറഞ്ഞു തുടങ്ങും. അതായത് അവർക്ക് പഠിച്ച വാക്കുകൾ വെച്ചിട്ട് കുഞ്ഞു കുഞ്ഞു ഫ്രേസസ് ഒക്കെ പറഞ്ഞു തുടങ്ങും. പിന്നുള്ള സ്റ്റേജ് എന്ന് പറയുന്നത് സ്പീച്ച് എമർജൻസ് ആണ്. സ്പീച്ച് എമർജൻസ് എന്നുള്ള ഈ ഒരു സ്റ്റേജിൽ ലേണേഴ്സിന് ഇപ്പോൾ കുറേയൊക്കെ വേർഡ്സ് അറിയാം. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ സിമ്പിൾ ക്വസ്റ്റ്യൻസും ഫ്രേസസൊക്കെ വെച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, സ്പീക്ക് ചെയ്യാൻ തുടങ്ങും. അതാണ് സ്പീച്ച് എമർജൻസ് സ്റ്റേജ്. നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് ഫ്ലുവൻസിയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ലേണേഴ്സിന് ഇപ്പോൾ ഈ ഒരു സെക്കൻഡ് ലാംഗ്വേജിൽ നല്ലൊരു വൊക്കാബുലറി, അഡ്വാൻസ്ഡ് വൊക്കാബുലറി ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സെൻറ്റൻസ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവരുടെ ഒപ്പീനിയൻസും തോട്ട്സൊക്കെ ആ ഒരു സെക്കൻഡ് ലാംഗ്വേജിൽ ഷെയർ ചെയ്യാൻ തുടങ്ങും. അതാണ് ഇമ്മീഡിയറ്റ് ഫ്ലുവൻസി സ്റ്റേജ്. ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് ഫ്ലുവൻസി സ്റ്റേജാണ്. അപ്പോൾ അഡ്വാൻസ്ഡ് ഫ്ലുവൻസി സ്റ്റേജിൽ എത്തുമ്പോൾ ലേണേഴ്സ് എന്താണ്, അവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും സെക്കൻഡ് ലാംഗ്വേജിൻ്റെ മേലെ. അപ്പോൾ അവർക്കൊരു നേറ്റീവ് സ്പീക്കറിൻ്റെ പോലെ തന്നെ സംസാരിക്കാനുള്ളൊരു എബിലിറ്റി ഉണ്ടാവും. അപ്പോൾ ഇത്രയാണ് 5 സ്റ്റേജസ് ഓഫ് സെക്കൻഡ് ലാംഗ്വേജ് അക്വിസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമുക്കറിയാം നമ്മൾ സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കുമ്പോൾ നമ്മുടെ മദർ ടങ് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു മദർ ടങ് ഇൻഫ്ലുവൻസിനെ നമ്മൾ L1 ഇൻ്റർഫറൻസ് എന്നാണ് പറയുക. അത് നമ്മൾ പുൾ ഓഫ് ദ മദർ ടങ് എന്നും പറയാറുണ്ട്. അപ്പോൾ ഇനി നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഫസ്റ്റ് ലാംഗ്വേജ് അക്വിസിഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് ലാംഗ്വേജിൻ്റെ ആ ഒരു ലേണിംഗ് പീരിയഡിൽ നമുക്ക് നേറ്റീവ് സ്പീക്കർ അല്ലെങ്കിൽ നേറ്റീവ് ഫ്ലുവൻസി തന്നെ നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റും. കാരണം അത് നമ്മുടെ ഫസ്റ്റ് ലാംഗ്വേജ് ആണ്. പക്ഷേ സെക്കൻഡ് ലാംഗ്വേജ് നമ്മൾ പഠിക്കുന്ന ടൈമിൽ നമുക്ക് ഒരിക്കലും അതിൻ്റെ നേറ്റീവ്സിൻ്റെ ഒരു ഫ്ലുവൻസി കിട്ടില്ല. പക്ഷേ നമുക്ക് ഓൾമോസ്റ്റ്
ക്ലോസ് ടു ദാറ്റ് ലെവൽ നമുക്ക് എത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഫസ്റ്റ് ലാംഗ്വേജ് ആൻഡ് സെക്കൻഡ് ലാംഗ്വേജ് ലേണിംഗ് തമ്മിലുള്ള ഡിഫറൻസ്. ഫസ്റ്റ് ലാംഗ്വേജ് ഈസ് അക്വയർഡ്, അതൊരു സ്കില്ലാണ്. പക്ഷേ സെക്കൻഡ് ലാംഗ്വേജ് ഈസ് ലേൺഡ്. ഓക്കെ, അതൊരു നമ്മുടെ നോളജ് ബേസ്ഡിൽ വരുന്ന ഒരു കാര്യമാണ് സെക്കൻഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഈ പറയുന്ന ടോപ്പിക്സ്, ദാറ്റ് ഇസ് നോളജ് വേഴ്സസ് സ്കില്ലും അതുമാതിരി ഡിഫറൻസ് ബിറ്റ്വീൻ ലേണിംഗ് എ ഫസ്റ്റ് ലാംഗ്വേജ് ആൻഡ് സെക്കൻഡ് ലാംഗ്വേജും. ജസ്റ്റ് ആ ഒരു കോൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ പിന്നെ സിമ്പിളായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ടോപ്പിക്കിൽ. അപ്പോൾ അടുത്തൊരു ടോപ്പിക്കായിട്ട് നമ്മൾ വൈകാതെ തന്നെ വരും. അതുവരെ എല്ലാവരും ഹാപ്പി ആൻഡ് സേഫ് ആയിട്ടിരിക്കുക. ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് അവർ ചാനൽ. നമ്മുടെ ചാനൽ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു സോ മച്ച്.